മര്യാദ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കുട്ടിയാണ്. എൻ്റെ അടുങ്ങറൊക്കെല്ല അറിയുള്ളൂ. ഇതിനോടൊക്കെ എങ്ങനെ ഞാൻ പറയാ? കുറച്ചൊരു മതിയുള്ള മര്യാദയാണെന്ന് ഞാൻ നാട്ടിൽ ഇതിനോട് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പാട്ടാവും. അപ്പം അതിനേക്കാൾ നല്ലത് പറയാതിരിക്കലാണ് നല്ലത്. വെള്ളം നിറഞ്ഞ് ഇത് കൊണ്ടക്കട്ടെ. പഠിച്ചോനെ ഇവിടെ ഏതാൻ പഠിച്ച കളി കേട്ടാ. എന്തേനോളെ വർത്താനം ഇവിടെ വർത്താനം ഉണ്ട് പറഞ്ഞപ്പോ ഞാൻ ഏതായാലും ഓള് പറഞ്ഞതൊക്കെ ശരിയാന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അവള് ചെയ്ത സാമർത്ഥ്യം ഏതായാലും പെണ്ണെന്നാണ് ഓള്. ഓള് ഏതായാലും ഓളെ പോക്ക് എങ്ങട്ടാന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ തനി സ്വഭാവം അറിയും. ഈ വയസ്സാം കാലത്തെ എന്നെക്കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിച്ച് ഓള് 10 മണിക്ക് നീറ്റി വരിക, ചായ കുടിക്കുക. നാളെ നോക്കട്ടെ ഓള് എന്താ കാട്ടണമെന്ന്. ഇന്നത്തെ കണ്ടിട്ട് പോട്ടെ. പഠിച്ചോനെ റബ്ബേ, എനിക്ക് പെണ്ണായിട്ടും ആണായിട്ടും എനിക്ക് റബ്ബ് ഒന്നിനെ തന്നിട്ടുള്ളൂ. ഇപ്പം ആ ഒന്നിനെ നോക്കി വളർത്തിയിട്ട് ഇപ്പം കൂടുന്നത് ഇങ്ങനെ. റബ്ബേ, എന്നെ പരീക്ഷിക്കുകയാണോ ജി? ഏതായാലും പഠിച്ചോ എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ നല്ലോണം പരീക്ഷിക്കും. ഇൻ്റെ അടുത്ത കളി ഇൻ്റെ അടുത്തോളം കളിയൊന്നും നടക്കൂല. ഏതായാലും നാളെ നേരം വിളിക്കട്ടെ. ഓള് ഇമ്മാതി സ്വഭാവനാണ് ഓള് എടുക്കണം. ഞാൻ നോക്കട്ടെ. ഇന്നോടാ കളിക്കണത്. ഇന്നിങ്ങനെ പോട്ടെ. ഈ വേസ്റ്റൊക്കെ എന്താ കാട്ടുക? ഏതാ ഇത് കൊള്ളാം. ചായ തണുത്ത് വേണം. വെള്ളം പാത്രം കഴുകണല്ലോ റബ്ബേ. നീ ഏതായാലും റൂമിൽ തന്നെ പോയി കിടക്കാതല്ലേ. ഉച്ചൻ്റെ നേരത്തെ നീ ചോറ് തിന്നാണ്ടാണ്. അതല്ലേ എന്ത് പറ്റിയാവാ? മുഖത്ത് വല്ലാത്തൊരു വിഷമുള്ള പോലെ തോന്നുന്നുണ്ട്. ഏതായാലും മരോള് പറ്റിച്ചാ? ഏതായാലും ഇവളോടൊന്ന് ചോദിച്ചറിയാം. മരോളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു 8-10 ഉണ്ട്. ഏതായാലും ഇവിടെ ചോദിക്കാം. എല്ലടി ഇച്ചെന്ത് ഇരിക്കണേ? അല്ല ഇതാരെ ആമിണ്ടാത്തേ? നിങ്ങളിപ്പോ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരി. ഞാൻ ഇവിടെ വെറുതെ ഇരുന്നതാണ്. ഇങ്ങോട്ട് വരി. ഇത് ആയിക്കോട്ടെടി, ഞാൻ അത് കേറിയിരിക്കാം. എന്നിട്ട് പറയാം. അല്ലാ പഠിച്ചോനെ,
വെച്ചടി എൻ്റെ ഇരുത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് വല്ലാത്തൊരു വിഷമമുള്ള പോലെയൊക്കെ തോന്നി. അതുകൊണ്ടാണ് കുഞ്ഞാ അമിതാത്ത ചോദിച്ചത്. നീ ഒന്നും വിചാരിക്കണ്ട. അല്ലാ എല്ലടി എൻ്റെ ചെറുക്കനും മരുകളൊക്കെ ഇവിടെ ഒരു ഇവിടുന്ന് ഇവിടെ ഇല്ലേ? പൊന്നാരൻ്റെ അമിതാത്ത ഒരു പുറത്ത് പോയിക്കണ്. 2-3 സാധനമൊക്കെ അവർക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് പോയിക്കണത്. പിന്നെ ഓളെ പെരയൊക്കെ ഒന്ന് പോകണമെന്നും പറഞ്ഞ്. ഓനക്ക് ലീവ് കുറവല്ലേ, ഇന്നലല്ലേ ഇപ്പം കല്യാണം കഴിഞ്ഞത്. ഇനി ഏറി വന്നാൽ 10 ദിവസം കൂടി ഉണ്ടാവും എൻ്റെ കുട്ടി. അപ്പം ഇനി ഏതായാലും പോവാനുള്ളതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് അറിഞ്ഞിരിക്കുന്നത്. എല്ലാ അമിതാത്ത എന്നാലും നിങ്ങൾ കല്യാണത്തിന് വന്നിട്ട് നിങ്ങൾ ഇപ്പോഴല്ലേ നിങ്ങൾ വരുന്നത്? നല്ല അമിതാത്തയാണ്. ഞാൻ ചോദിച്ചത് രാവിലൊക്കെ വരുമെന്ന്. വന്ന സമയം ഏതായാലും തിരക്കേടില്ല. എന്നിട്ട് എന്താ ഇപ്പം നിങ്ങളെ വർത്താനോ? എന്ത് വർത്താനം ഇജ്ജ് പറയണ കുഞ്ഞാ? ഇജ്ജ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് മനസ്സിനെ ഇടങ്ങേറാക്കല്ല. പൊന്നാരല്ലേ അവളെ രാവിലെ ഇറങ്ങിയതാണ്. അതിലടക്കം എൻ്റെ പേരക്കുട്ടിക്ക് പഞ്ചിട്ട് തുള്ളിയിട്ട് മോളെ ഞങ്ങളെല്ലാവരും കൂടി പോയത്. ആ ചെറുക്കനക്ക് അപസ്മാരമുള്ളല്ലേ. അപ്പം വേഗം വണ്ടിയടി ആ കുട്ടീനെ എത്തി. ഇപ്പം ആസ്പത്രിയിൽ നിന്ന് വന്ന് ഇപ്പം അത് അസുഖം നിസ്കരിച്ചിട്ട് പണ്ട് അടുത്തേക്ക് ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ വന്നിക്കുന്നത്. ഇജ്ജ് ഒറ്റക്ക് എന്തൊക്കെയാ ചെയ്ത്? ഒരു പിന്നെ ആണും പെണ്ണായിട്ട് എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. ഒരു പെൺകുട്ടികളും കൂടില്ല. ഇനിയിപ്പോൾ നാട്ടുവിനെ സ്വീകരിക്കാനും പറഞ്ഞേക്കാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്നാൽ രാത്രി ഒക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ ആലോചിച്ച് അപ്പേ ഈ പെണ്ണിനൊരു പെൺകുട്ടിയും കൂടി ഇല്ല ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനും പിടിക്കാനും. ഇവളെന്താ ചെയ്തതെന്ന് ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വിരിയന്നെ. അപ്പോൾ നേരം പോയിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പം ഞാനുണ്ട് ഇവിടെ ഇപ്പം നേരം ഉണ്ടായിട്ട് വന്നാലേ അപ്പം ആ ചെറുക്കനക്ക് കുറച്ച് സമാധാനമായിക്കൊണ്ട് പോകുന്നതാണ്. എന്നിട്ട് എല്ലാ മരികളൊക്കെ എന്താ പാട്? അല്ല അങ്ങനൊക്കെ ഉണ്ടായ അശ്വനെ ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ അമിതാത്ത. മരിയോള് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കുട്ടിയാണ്. എൻ്റെ അടുങ്ങറൊക്കെല്ല അറിയുള്ളൂ. ഇതിനോടൊപ്പം എങ്ങനെ ഞാൻ പറയാം? പഠിച്ചോനെ മതിയുള്ള മരിയോളാണെങ്കിൽ ഞാൻ നാട്ടിൽ ഇതിനോട് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പാട്ടാവും. അപ്പം അതിനേക്കാൾ നല്ലത് പറയാതിരിക്കല നല്ലത്. അല്ല കുഞ്ഞാ ഇജ്ജെന്താ ഒറ്റക്ക് പോയിരിക്കണേ? എനിക്ക് ചെവിക്ക് ഭയങ്കര കുറവാണ്. ഇപ്പൊ ചെവി ഒന്നും പണ്ടത്തെ കേൾക്കണില്ല. അല്ല ഇജ്ജെന്തിനെ പിറക്കണേ? ഒന്നുമില്ല അമ്മീന്താത്ത. ഞാനേ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചതാണ്. എന്നിട്ട് ചായ കുടിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് ചായ കുടിച്ചാലോ? ഇച്ചെൻ്റെ ചായ ഒന്നും വേണ്ട, ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് പോന്നിക്കണത്. എല്ലാ ഇജെന്താ പിറത്തെന്ന് വെച്ച് നല്ലോണം മനസ്സിലായിക്കണേ. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാനും വന്നിക്കണത്. എൻ്റെ പിറക്കൽ എന്താന്ന് എനിക്ക് ഏതായാലും ഞാൻ ഊഹിച്ച് എടുത്തിക്കണ്. എൻ്റെ മരയോളെല്ലാം ശരിയല്ലാന്നാണ് തോന്നുന്നത്. അതാ കയറി വരുമ്പോൾ തന്നെ എൻ്റെ ഇത്തം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കണം. ഞാൻ പിന്നെ പറയായി മോളെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിക്കുന്നത്. ഇന്നോട് ഏതായാലും മറിച്ചേക്കണ്ട. ഇന്നലെ നാളെ ഞാൻ എന്തായാലും അറിയും. ഇജിപ്പോൾ മറിച്ച് വെച്ചോട്ടാ. ഇനി ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നമായാലേ അമീന്താത്ത ഞാൻ എന്താ ചെയ്യുക, അമീന്താത്ത ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജിന്നോട് വന്ന് ചോദിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പം ജാമീനാനെ പറ്റുമോ ഇല്ല ഞാൻ നോക്കട്ടെ. ഞാൻ ഓളാ പിറടുക്കൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കണം ഇവിടെ എന്തൊക്കെ ഇവിടെ നടന്നിരിക്കണേ. ഈ അപ്പം എൻ്റെ മരികളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണം ഭയങ്കര ഒരു നെട്ടൂഴ്ചയാണെന്ന്. ഞാൻ പിന്നെ പറയുകയാണ് എനിക്കൊരാ മുഖം നോക്കിയാൽ അറിയാം അവ എങ്ങനെയൊക്കെയാണ്. ഞാനേ കുറെ ആയല്ല ഈ ഭൂമിക്ക് വന്നിട്ട് ഞാനേ കുറെ ആൾക്കാരെ കണ്ട് പരിചയമുണ്ട്, കുറെ ആൾക്കാരെ അടുത്ത് അറിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് നല്ലോണം അറിയാം. ഇന്നും ആരും പഠിപ്പിക്കണ്ട. ഇപ്പം ആമീനാക്ക് കുറച്ച് ചെവിക്ക് വല്ല കുറവുണ്ട്. പക്ഷേ ഒരാൾ പുറക്കുന്നതും ഒരാളെ കൊണ്ടാലും ഓരോ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം കേട്ടാ. ഇന്നത് പഠിപ്പിച്ചണ്ട. ഞാൻ അനക്ക് ഒരു കയ്യാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിക്കുന്നത്. അപ്പം ഇജ്ജി എല്ലാ കാര്യം ജിന്നോട് മറിച്ചേക്കല്ലേ. എൻ്റെ മരിയോള് വരുന്ന പെട്ട് ജിന്നോട് എല്ലാ കാര്യം പറഞ്ഞു. ഇപ്പം എൻ്റെ മരിയോള് വന്നപ്പോൾ ജിന്നോടൊന്നും പറഞ്ഞില്ല. ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇനി അനക്ക് എന്ത് ആവശ്യമില്ല ജിൻ്റെ വരെ വന്ന് വായു. ഇന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുള്ളൂ കേട്ടാ. ഞാൻ പോവാണ്. അമിതാതെ നിക്കി, ഞാനൊരു കാര്യം പറയട്ടെ. ഇജ്ജ് വിളിക്കണ്ട, ഞാൻ നിൽക്കൂല. വിളിച്ചിട്ട് എൻ്റെ തൊള്ളക്ക് ഒരു ഒഴിവുണ്ടാവില്ല കേട്ടാ. ഞാൻ ഏതായാലും ഇനി അങ്ങോട്ട് കയറൂല കേട്ടാ. എന്നോട് അങ്ങോട്ട് കളിക്കണേ. ജാമിനാനെ ശരിക്കും അറിയില്ല കേട്ടാ. ഇതിനോടൊക്കെ പിന്നെ എന്റെ മലയാള കഥ ഒക്കെ പറയാൻ പറ്റുമോ? 4 പേരേല് പറഞ്ഞ് നടക്കൂല. ഞാൻ എന്താ കേട്ടോ? ആരോടെ നീ എന്റെ സങ്കടം പറയാ? ഏതായാലും ഓളെ പോക്ക് ഇങ്ങനെ ആണെങ്കിൽ ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കും. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമെങ്കിൽ ആമിതാത്ത നല്ലത്. ഇനിയിപ്പോ ആമിതാത്ത തെറ്റി പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ആരോടെ ഞാൻ ചോദിക്കാം? ആമി
അമിതാത്ത ഇനി 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരിച്ചറിയില്ല. അമിതാത്താണ് ചാടിക്കളിക്കലേ ഉള്ളൂ. ആള് പാവാണ്. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് ഇവിടെ തന്നെ വരും എൻ്റെ അടുത്ത്. വലിയ അങ്ങോട്ട് പോണം. അപ്പേ ഇനിയിപ്പൊ ഞാൻ ഇങ്ങനൊക്കെ ഇതാക്കിയത് തള ഊഹിച്ചിട്ട് ഇനി എന്തൊക്കെ പറഞ്ഞ് നടക്കും എനിക്കറിയില്ല. അപ്പേ ഒരു സമാധാനം ഇല്ലല്ലോ റബ്ബേ. നമ്മൾ സ്കിറ്റ് വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്കിറ്റ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കുന്നിട്ട്. അപ്പോൾ മിക്ക ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. പിന്നെ കുറേ നല്ല സ്കിറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.